അങ്ങനെ നമ്മൾ ഡൽഹിയിൽ രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ കയറാൻ വേണ്ടി പോവുകയാണ്. വണ്ടി എടുത്തിട്ടില്ല, കാരണം വണ്ടി എടുത്തിട്ട് പോകണമെങ്കിൽ നമുക്ക് ഭയങ്കര ട്രാഫിക് ബ്ലോക്കും പിന്നെ പാർക്കിങ്ങും അതൊക്കെ പ്രശ്നമാകുന്നതുകൊണ്ട് നമ്മൾ മെട്രോ കയറിയിട്ടാട്ടോ പോകുന്നത്. ചേട്ടാ മുന്നിൽ നടക്കുവാണ്, ഞാൻ ആൾക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകളും ഇതെല്ലാം കണ്ട് ഇങ്ങനെ മെട്രോ സ്റ്റേഷൻ വീഡിയോ എടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ അതിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്ന റെഡ് ഫോർട്ടിലല്ലേ, അത് കണ്ടിട്ട് പിന്നെ ബാക്കിയെല്ലാം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദിവസം കുറേ കറങ്ങി, നല്ലോണം കറങ്ങി. ഞങ്ങളുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സരോജിനി മാർക്കറ്റ് കാണണം എന്നുള്ളതാണ്. പല വീഡിയോസിലും എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഇതൊക്കെ എന്താ പറയുക, അത് കാണാനുള്ള ആകാംക്ഷ. അപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിലെത്തി. ഭയങ്കര വെയിലായിരുന്നു, പിന്നെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ റംസാൻ കഴിഞ്ഞതും ഇപ്പോൾ വെക്കേഷൻ തുടങ്ങിയതും എല്ലാം കൂടി ആയിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ ടൂറിസ്റ്റുകളും എല്ലാവരും എത്തിയത് ഉച്ച സമയത്താണ്. നല്ല ഉച്ചയായി നമ്മൾ പൊരി വെയിലത്ത്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ, വെയിൽ കൊണ്ട് പോകാൻ തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാമെന്നാണ് പ്ലാൻ ഇട്ടത്. കാരണം ഭയങ്കര വെയിലും തിരക്കുമായിരുന്നേ. ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകണം അല്ലേ, അതിൻ്റെ ഇപ്പുറത്ത് പോകണമെങ്കിൽ വേറൊരു സൈഡിൽ കൂടെ പോകണം. പിന്നെ എന്താ പറയുക, ഭയങ്കര തിരക്ക് പിടിച്ച ഏരിയ. ഇപ്പം ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ, നമ്മൾ കയറി വരുന്ന ഏരിയയിലൊക്കെ ഭയങ്കര നമുക്ക് ആവില്ല നടക്കാനൊന്നും. അതുപോലെ പിന്നെ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ഫുഡൊന്നും ഇവിടെ ഇങ്ങനെ സെറ്റ് ആവുന്നതിൻ്റെ അല്ല, ഇല്ല. അവിടെ ഞങ്ങൾ പോകുന്ന വഴി ഇവിടെയൊന്നും കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇങ്ങനെ എന്താ പറയുക, സ്ട്രീറ്റ് ഫുഡുണ്ട്, പാനിപ്പൂരി അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ അത് കണ്ടിട്ട് അധികം ഒന്നും നിന്നില്ല കേട്ടോ. വെയിലത്ത് പോകാമെന്ന് പറഞ്ഞു, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ദാഹിച്ച് പോരെ. ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വെള്ളമെല്ലാം ചൂടായിപ്പോയി. അപ്പം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കുടിക്കാൻ, ഭയങ്കര ദാഹമുണ്ട്. ഇങ്ങനെ കുറേ കടകളാണ്, തുണിയും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ, നമുക്കൊന്നും അറിയില്ല എന്താണ്. പിന്നെ ലോട്ടസ് ടെമ്പിൾ കാണാൻ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അവിടുന്ന് മെട്രോയിലേക്ക്. പിന്നെ എന്താ പറയുക, ഇവിടെ മൊത്തം തിരക്ക് പിടിച്ച ഏരിയ ആണ്. അങ്ങനെ നമ്മളൊരു കരിക്ക് ഓടിക്കാൻ വേണ്ടി പോയിട്ടോ. കരിക്ക് ഓടിക്കാൻ പോയി പറഞ്ഞാൽ അബദ്ധം പറ്റി. കാരണം നമ്മളെ അവർ പറ്റിച്ചാണെന്ന് അറിയില്ല. 100 രൂപ ഒരു കരിക്കിന് ഒരിക്കലും വരത്തില്ലല്ലോ. പിന്നെ എന്താ പറഞ്ഞാൽ മേടിച്ച് പോയില്ലേ, കുടിക്കാതിരിക്കാൻ പറ്റില്ല. വെള്ളവുമില്ല ഒന്നുമില്ല, അങ്ങനത്തെ ആയിരുന്നു. പിന്നെ അടുത്ത ഏരിയ, എൻ്റെ പൊന്നോ വെയിലെന്ന് പറഞ്ഞാൽ കത്തിക്കരിയുന്ന വെയിൽ. ഞങ്ങൾ വന്ന 2 ദിവസത്തിന് മുന്നേ ഒക്കെ തണുപ്പായിരുന്നു, പക്ഷെ നമ്മൾ വന്നപ്പോൾ തൊട്ട് വെയിൽ തുടങ്ങിയല്ലേ, ചൂടും ഭയങ്കര ചൂട്. പക്ഷെ ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയും മനോഹരവും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കെന്താണെന്നറിയോ, നമ്മളിങ്ങനെ നടന്നിങ്ങനെ വന്ന് മടുപ്പൊക്കെ ആയതുകൊണ്ട് എനിക്ക് അത്ര ഒരു രാവിലെ ഫുഡ് കഴിക്കാതെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മുഖം കണ്ടാൽ അറിയാം, എന്താ അറിയില്ല, ചത്ത പോലെ ഇങ്ങനെ ഇരിക്കും. ഒരു പൊരി വെയിലും കുറേ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂവിലിങ്ങനെ അടിങ്ങി വരണം. ഇവിടെ അല്ല, കുറച്ചും കൂടെ കഴിയുമ്പോൾ ക്യൂ തുടങ്ങുക. ക്യൂവിൽ വന്നിട്ടാണ് അകത്ത് കയറിയതല്ലേ ഇത്? അതെ, മറ്റേ ചെരുപ്പ് നമ്മൾ കൈ പിടിച്ചിട്ട് അത് ആദ്യത്തെ വലിയ ക്യൂ കഴിഞ്ഞ് നടന്ന് ഇവിടെ എത്തിയിട്ടല്ലേ. വലിയ ക്യൂ കഴിഞ്ഞു ഗേറ്റിൻ്റെ അടുത്ത് ഭയങ്കര ക്യൂ ആയിരുന്നില്ലേ. തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചു. എനിക്ക് അത്ര മടുപ്പ് തോന്നി, കാരണം കാണണമെന്നുമുണ്ട്, പക്ഷേ ഈ തിരക്കും വെയിലും പരവേശവും ദാഹവും, ഒരു വെള്ളം പോലും കിട്ടാത്ത സ്ഥലം, ഒരു ലേസ് പോലും കിട്ടൂല എന്നുകൊണ്ട് ഭയങ്കര അത്ഭുതം കേട്ടോ. ഇവിടെ കിട്ടൂല, പക്ഷെ വേറെ സ്ഥലത്ത് കിട്ടും. അവിടെ ഒരു ലേസ് മാത്രമേ ഉള്ളൂ, നല്ല സ്ഥലമാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ ഇതുണ്ടോ, ചെരുപ്പ് ചുമക്കണം, ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. പക്ഷെ അതിൻ്റെ അകത്ത് പോയാൽ ആചാരമാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരും ഇങ്ങനെ ചെരുപ്പ് അവിടെ സ്റ്റാൻഡിൽ വെക്കുമായിരുന്നല്ലോ. അപ്പം പിന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും, അതായിരിക്കും. അല്ല, ടോക്കനൊക്കെ തരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സഞ്ചി തരും നമുക്ക്. ഒരു ഫാമിലിക്ക് എത്ര ചെരുപ്പുണ്ടോ അതിലിടാം. ഇനി ഒരാളാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ എൻ്റെ തൊഴിലെന്ന് പറയുന്നത് ചെരുപ്പ് ചുമക്കലാണ്. പിന്നെ ഇങ്ങനെ ഇവിടെ നല്ല ഇതെന്നാ തടാകമോ കുളമോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതെന്താണെന്ന് പറയുക, ഇതിൽ ജാതി ഭേദം മതമന്യേ എല്ലാവർക്കും പോകാമെന്നുള്ളതാണ്. അവിടെ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ സൈലൻ്റാണ്, ഒന്നും മിണ്ടാനൊന്നും. ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലാതെ ഇന്ന മതം അതൊന്നുമില്ല. ഭയങ്കര സൈലൻ്റാണ്. എന്ത് രസമാണെന്ന് അറിയാം എൻ്റെ അകത്ത് കയറിയാൽ. അകത്ത് കയറുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം തിരിച്ച് നമ്മൾ അവിടെ നിന്ന് പോകുന്ന സന്തോഷമാണ്. അത് കഴിഞ്ഞ് ഫുഡിന് അലഞ്ഞ് താഴെ വന്നപ്പോൾ നല്ലൊരു കട ഉണ്ടല്ലേ. കട നല്ലതാ, ഫുഡ് നമുക്ക് പറ്റില്ല, എന്നാലും
ഫ്രൈഡ് റൈസാണ് ആൽഫ ഓർഡർ ചെയ്തത്. സാധാരണ ഫ്രൈഡ് റൈസിന് ഒരു സോസ് എങ്കിലും തരും. ഒന്നുമില്ല, അതുമില്ല. ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഞാനൊരു എന്താ പറയുക, ചോലെ ഭട്ടൂര. പക്ഷെ എനിക്ക് നമ്മുടെ ബാംഗ്ലൂർ ഭട്ടൂര തന്നെ ഇഷ്ടം. നമ്മളെ ഉടുപ്പിയിലെ അതിൻ്റെ അടുത്തൊന്നും വരത്തില്ല ഇത്. ഇതിൻ്റെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ വിശപ്പല്ലേ എല്ലാവരും. തന്നത് കുറേ കഴിഞ്ഞിട്ടാ. എത്ര സമയം കഴിഞ്ഞെന്നറിയോ? ഹോട്ടലൊക്കെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ വിശന്നിങ്ങനെ ഇരുന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന അവസ്ഥ. സത്യം പറയാലോ, നമ്മുടെ വീട്ടിൽ നമുക്കിങ്ങനെ ഒന്നും ഭക്ഷണമൊന്നും വേണ്ട, നമ്മളൊന്ന് പുറത്തിറങ്ങിയാലുള്ള പരവേശവും വിശപ്പും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നേരം വെളുക്കുമ്പോൾ വിശപ്പാണ്. ഞാൻ അവൾക്ക് ഇച്ചിരി ഭട്ടൂര വാരി കൊടുത്ത വേണ്ടെന്ന് പറയാം. എനിക്ക് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് ദേഷ്യം വന്നാലേ പോയി. നമ്മൾ ശരിക്കും ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റേ ഇല്ല അല്ലേ? ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റും ഇല്ല. പിന്നെ ഞാനൊരു മലായി മേടിച്ചേട്ടെ, ഞാൻ ഓർഡർ ചെയ്തതല്ല അയാൾ തന്നത്, ഇത് വേറെ എന്തോ സാധനം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയില്ല. കുത്തുമിനാർ കാണാൻ പറ്റും, പക്ഷെ കുത്തുമിനാർ അതിലും വലിയ തിരക്കായിരുന്നു. പരിസരത്ത് അടുത്തിട്ടില്ല, തിരിച്ചു പോകണം. പക്ഷെ കുറേ മറ്റേ എന്താ പറയുക, ഫോറിനേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചിന്തിച്ചു അവരൊക്കെ എങ്ങനെയാണോ തിക്കും തിരക്കിലൂടെ പോകുന്നത്. ദൈവമേ, ഓട്ടോക്കാരനാണെങ്കിൽ ഇങ്ങനെ വിളിച്ച് കയറ്റും, പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റൊന്നും കിട്ടിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. തിരിച്ച് അതേപോലെ ഞങ്ങൾ സ്ഥലം വിട്ടു. പക്ഷെ പുറത്തുനിന്ന് എടുത്തു. എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എന്താ പറയുക, 3 സ്ഥലത്ത് പോയിട്ട് മടുത്തില്ലേ, 2 സ്ഥലത്ത് 3 സ്ഥലം തന്നെ എന്ന് പറയാം. അതായത് നമ്മൾ ഫുഡ് കഴിക്കാനകത്ത് കുറേ നടന്നു വരണം താഴോട്ട്. വണ്ടിയൊന്നും അങ്ങോട്ട് വരുമോ ഇല്ല, ഒന്നുമില്ല, ഓട്ടോ പോലും ഇല്ല. മെട്രോ സ്റ്റേഷൻ്റെ അടിയിലങ്ങാണ്ടായിരുന്നു അത്. ഹോട്ടല് നല്ല ഹോട്ടലൊക്കെ ആയിരുന്നു, പക്ഷെ എന്താ പറയുക നമുക്കൊന്നും ആവത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. എൻ്റെ പൊന്നെ ദൈവമേ, നമ്മുടെ ജയനഗറും ശിവാജി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത് തന്നെ ഏറ്റവും വലുതായിട്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് അവിടെ കിട്ടുന്നല്ല, കിട്ടും, എല്ലാം കിട്ടും, പക്ഷെ നല്ല റേറ്റ്. നല്ല റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ബാംഗ്ലൂരുള്ള അതേ പ്രൈസാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര കൂടുതലാന്നല്ല, പ്രൈസ് കൂടുതലാന്നല്ല, പക്ഷെ നമുക്ക് അത്ര സാധനങ്ങളൊന്നും ഇല്ലാതാനും. നമുക്ക് അവിടെ കിട്ടുന്ന സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഇവിടെ. അതിൽ കൂടുതലുണ്ട്, പക്ഷെ ഞാൻ കണ്ടേയില്ല. കുറച്ച് ബാഗ്, കുറച്ച് തുണികൾ, അല്ല കളക്ഷൻസ് കുറച്ചും കൂടെ ഉണ്ട്, പക്ഷെ പൈസ സെയിം. ബാംഗ്ലൂരിൽ അതോടെ സരോജിനി മാർക്കറ്റിൻ്റെ കൊതി മാറി. എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും സരോജിനി മാർക്കറ്റിൽ എത്തിക്കുക എന്നായിരുന്നു ചേട്ടാൻ്റെ ലക്ഷ്യം. കാരണം ഞാൻ ഒരു 2 വർഷമായി സരോജിനി മാർക്കറ്റിൽ പോകണം ഇങ്ങനെ ജപം ഉരുവിടുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു സാധനം നോക്കാൻ പോലും പോയിട്ടില്ല. ഇതിനൊക്കെ 100 രൂപയൊക്കെ ഉള്ളൂ, പക്ഷെ ഒന്നിനും കൊള്ളത്തൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ചെരുപ്പ് 350, ഫിക്സഡ് റേറ്റ് 350, 450. നമ്മളെ കൊമേഴ്ഷ്യലിലൊക്കെയാണ് 150 രൂപയ്ക്ക് വരെ ചെരുപ്പ് കിട്ടും. ഇവിടെ ഞാൻ 150 രൂപേൻ്റെ ഒരു സാധനം കണ്ടില്ല. പിന്നെ ഒരു നല്ലൊരു ഷർട്ട് ഉണ്ടായിരുന്നു, അത് നോക്കുമ്പോൾ 350 രൂപ, കുറയ്ക്കുകയേ ഇല്ല. പിന്നെ നമുക്ക് ഭാഷ അറിയത്തില്ലല്ലോ, അപ്പം അവർ നമ്മളെ നല്ലോണം പറ്റിക്കും. അതാണ് മെയിൻ സംഭവം. അല്ലെങ്കിൽ നമുക്ക് പേശി മേടിക്കാൻ പറ്റണം. ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി പറയുന്നവർക്കൊക്കെ അങ്ങനെ പറ്റും. ഇവിടെ ജയനാറ് പോലെ തന്നെ നമ്മളെ പറ്റിക്കും. അപ്പോൾ നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ.